മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരുന്ന കളയാൻ വെച്ചിരുന്ന മാവെടുത്ത് അനുമോൾ ഒരു സ്നാക്സ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഓടി വന്നിരിക്കുകയാണ് നമ്മുടെ നെവിൻ. നെവിൻ പറയുന്നുണ്ട്, അത് ഞാൻ കുഴച്ച് വെച്ച മാവാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് അതിനകത്ത് നിന്ന് പങ്ക് വേണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അനുമോൾ കൊടുക്കുന്നുണ്ട്. ആ സമയത്താണ് ഉന്നിയിൽ ഓടി വരുന്നത്, ഞാനാണ് കിച്ചൺ ക്യാപ്റ്റൻ, എൻ്റെ അനുവാദമില്ലാതെ കിച്ചണിൽ ഒന്നും ഉണ്ടാക്കരുത്, ഉണ്ടാക്കിയതിൻ്റെ പങ്ക് എനിക്ക് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഇത് ഞാനാണ് കളയാൻ കൊണ്ടുവച്ചിരുന്ന മാവ് എടുത്തിട്ട് ഞാൻ കളയാതെ അതുകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പ്രവീണിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇത് കൊണ്ടുപോയി അനീഷേട്ടനും കൊണ്ടുപോയി കൊടുക്ക്, അതേപോലെ തന്നെ അഭിലാഷിനും കൊടുക്കാൻ പറയുന്നുണ്ട്. നെവിൻ വന്ന് ചോദിക്കുമ്പോൾ നെവിനോട് ചോദിക്കുന്നുണ്ട്, നിന്നെ എന്താ മാവ് പ്രസവിച്ചതാണോ, നിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടോ, നിനക്ക് തരണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അനുമോൾ നെവിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും കൊടുത്തുകൊണ്ട് കഴിക്കുന്നുണ്ട്. അതെല്ലാം കഴിച്ചതിന് ശേഷം അനുമോൾ കിച്ചണിലേക്ക് പോവുകയാണ്. അപ്പോൾ ജിഷൻ ചേട്ടനോട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും സഹായം വേണോ, ഞാൻ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാട്ടോ, അവിടെ ഉണ്ടാക്കുന്ന ഫുഡ് മാത്രം എനിക്ക് തന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജിഷൻ പറയുന്നുണ്ട്, ഇതിപ്പോൾ യേശുക്രിസ്തുവിൻ്റെ അവസ്ഥയാണല്ലോ, എനിക്ക് ഇടവും വലവും കള്ളന്മാരാണല്ലോ നിൽക്കുന്നതെന്ന് ജിഷൻ പറയുന്നുണ്ട്. ചേട്ടൻ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, എന്ത് സാധനം വേണമെങ്കിലും ഞാൻ എടുത്തുതരാം, ഉണ്ടാക്കുന്ന ഫുഡ് മാത്രം എനിക്ക് മതിയെന്ന് അനുമോൾ പറയുന്നുണ്ട്. കിച്ചൺ ടീമിൽ ഇനി ഫുൾ ആക്റ്റീവായി മാറാൻ പോവുകയാണ് എന്നാണ് അനുമോൾ ഇപ്പോൾ പറയുന്നത്.